Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Rahmanirrahim. Maliki yawmiddin. Iyyaka na'budu wa iyyaka nasta'in. Ihdinas siratal mustaqim. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, വളരെയേറെ സന്തോഷമുള്ള ഒരു സദസ്സിലാണ് നമ്മളിപ്പോഴുള്ളത്. 5 വർഷം മുമ്പ് കോഴിക്കോട് ISMൻ്റെ സംസ്ഥാന കാര്യാലയത്തിൽ വെച്ച് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ബധിര മൂക സഹോദരങ്ങൾക്ക് വേണ്ടി എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദി ഡിസേബിൾഡ് എന്ന പേരിൽ ഒരു സംരംഭത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ചേർന്ന യോഗം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ബധിര സഹോദരങ്ങൾക്കിടയിൽ സേവനം ചെയ്യുന്ന 1-2 സഹോദരങ്ങൾ കണ്ടമിടറിക്കൊണ്ട് പറഞ്ഞത്, സമൂഹത്തിലെ എല്ലാവരുടെയും പുരോഗതിക്ക് വേണ്ടി പണിയെടുക്കുന്ന മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും ഈ വിഭാഗം ആളുകളെ കാണാൻ കഴിയാതെ പോയാൽ പിന്നെ ഇവരെ ആരാണ് സംരക്ഷിക്കുക എന്ന് ചോദിക്കുകയുണ്ടായി. നമുക്കറിയാം, ബധിരത, മൂകത എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യക്ഷമായ അംഗവൈകല്യമല്ല. ഒരാൾ സംസാരിക്കാൻ കഴിയാത്തയാളാണ്, ചെവി കേൾക്കാത്തയാളാണ് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായും നാം അവരുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴി നമുക്ക് തുറന്നു കിട്ടണം. എന്നാൽ അന്ധന്മാരെയും മറ്റ് അംഗവൈകല്യമുള്ള ആളുകളെയുമൊക്കെ പ്രഥമ ദൃഷ്ട്യാ തന്നെ അവർ വികലാംഗരാണെന്ന് നമുക്ക് തിരിച്ചറിയാനും അവരോടൊരു പ്രത്യേക സോഫ്റ്റ് കോർണറോടുകൂടി ആളുകൾ ഇടപെടുന്നത് കാണാനുമൊക്കെ സാധിക്കും. എന്നാൽ ഈ ജനവിഭാഗം വികലാംഗർക്കിടയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് ബധിരന്മാരും മൂകന്മാരുമാണ് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്കറിയാം 64 വർഷം പിന്നിട്ടു. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട് വളരെ വളരെ മുന്നിലെത്തി. എന്നാൽ ഇന്നും ഈ കൊച്ചു കേരളത്തിൽ പോലും ബധിര സഹോദരങ്ങൾക്ക് +2 മുകളിൽ വിദ്യാഭ്യാസം നേടുന്നതിന് ഒരു സ്ഥാപനമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാം. പ്രബുദ്ധമായ സാംസ്കാരികമായി ഉയർന്ന സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെയൊക്കെ പിന്നിലാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് പോലും 1,00,000-ലേറെ വരുന്ന പുതിയ കണക്കനുസരിച്ച് ഏകദേശം 1,37,000-ഓളം ബധിര സഹോദരങ്ങൾ ജീവിക്കുന്ന ഈ കേരളത്തിൻ്റെ മണ്ണിൽ
അവർക്ക് വേണ്ടി ഉപരിപഠനത്തിനൊരു സ്ഥാപനമില്ല എന്ന് പറയുമ്പോൾ ഔദ്യോഗിക തലങ്ങളിൽ പോലും ഈ ഭാഗം ആളുകളെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. 10ാം ക്ലാസ്സും +2 വരെ ചില്ലറ സ്ഥാപനങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ നമുക്ക് കാണാം. +2 കഴിഞ്ഞ ഒരാൾക്ക് സമൂഹത്തിൽ എന്ത് ജോലി കിട്ടാനാണ്? ഒരു തൊഴിലധിഷ്ഠിത +2 പോലും ഇവർക്ക് വേണ്ടിയില്ല എന്ന് പറയുന്നതാകും ശരി. ഈ ആലോചനയാണ്, ഈ ചർച്ചയാണ് സത്യത്തിൽ എബിലിറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കാൻ മുജാഹിദ് യുവജന വിഭാഗത്തെ പ്രേരിപ്പിച്ചത്. നാം ആ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകളുടെ സഹായ വാഗ്ദാനങ്ങളും സഹകരണവും വരുന്നത്. മലബാറിലെ കുറച്ചു കുട്ടികളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിച്ച ഈ സംവിധാനം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ എബിലിറ്റിയുടെ ഭാരവാഹികൾ നിർബന്ധിതരായി. ഇവർക്കിന്ന് ധർമ്മപഠനത്തിനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുമൊക്കെയായി ഏകദേശം നാം 40ഓളം യൂണിറ്റുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന, അവരുടെ സാംസ്കാരികവും ധാർമ്മികവുമായ പുരോഗതിക്ക് ആവശ്യമായ ക്ലാസുകൾ നൽകുന്ന ഇത്തരം കൂട്ടായ്മകൾ ബദർ സമൂഹത്തിനിടയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വിപുലമായ ഒരു പദ്ധതിയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് മാത്രം അവരുടെ പുനരധിവാസം സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഡിസേബിൾഡ് ഹിയറിംഗ് ഇംപെയർഡ് എന്ന പേരിൽ കോഴിക്കോട് കല്ലായി കേന്ദ്രമായി ഒരു സ്ഥാപനം ആരംഭിച്ചത്. തുടക്കത്തിൽ 65ഓളം കുട്ടികളെ 1ാം വർഷം തന്നെ ആ സ്ഥാപനത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. 4 തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉൾപ്പെടെ ഒരു ഫിനിഷിംഗ് സ്കൂളായി ആ സ്ഥാപനം നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, തൊട്ടടുത്ത വർഷം ഇരട്ടിയോളം അഡ്മിഷനു വേണ്ടിയാണ് കുട്ടികൾ വരുന്നത്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ അധ്യയന വർഷാരംഭത്തിൽ ഒരു ആർട്സ് ഡിഗ്രി നമ്മൾ ആരംഭിച്ചത്, BCom കോഴ്സ്. മലബാറിൽ കോഴിക്കോട് എബിലിറ്റിയിൽ മാത്രമാണ് ഈ കോഴ്സ് ഉള്ളത് എന്നുള്ളത് നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തേണ്ടതാണ്. നമ്മൾ പത്രങ്ങളിൽ പരസ്യം കൊടുത്തപ്പോൾ ഏകദേശം 120ഓളം ആളുകളാണ് എൻക്വയറി. 120ഓളം ബദിര സഹോദരങ്ങളുടെ രക്ഷിതാക്കൾ ഈ സ്ഥാപനത്തിൽ അഡ്മിഷനു വേണ്ടി ഇതിൻ്റെ അധികാരികളെ സമീപിക്കുകയാണ്. പക്ഷേ 25ൽ കൂടുതൽ ആളുകൾ അഡ്മിറ്റ് ചെയ്യാൻ നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് അവിടെ നിയന്ത്രിക്കേണ്ടി വന്നു. പിന്നെയും ഒരുപാട് റെക്കമെൻഡേഷനുകൾ ആർട്സ് കോളേജുകൾക്കും അതുപോലെ തൊഴിലധിഷ്ഠിത മറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഒരു പള്ളിയുടെ മേൽപ്പുരയിൽ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിന്റെ മേൽഭാഗത്ത് പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിക്കുന്ന എബിലിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളിലേക്ക് കുട്ടികൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ശുപാർശ കത്ത് നൽകുന്നിടത്തേക്ക് വരെ കാര്യങ്ങളെത്തി. അങ്ങനെ 30 ആളുകൾ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. കൊല്ലം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിന്റെ എല്ലാ ജില്ലകളുടെ പ്രതിനിധികളും ആ സ്ഥാപനത്തിലുണ്ട്. ഇനിയും ഒരു 80 കുട്ടികൾ അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ കുട്ടികൾ വരാൻ തയ്യാറാണ്. പക്ഷേ സൗകര്യങ്ങൾ പരിമിതം. അങ്ങനെ 3 വർഷമായി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ സ്ഥാപനം കല്ലായിൽ പ്രവർത്തിച്ചു വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബദര സഹോദരങ്ങൾക്കിടയിൽ അധ്യാപനം നടത്താൻ പ്രാപ്തരായ അധ്യാപകരെ കിട്ടാനില്ല. ഡിഗ്രി കോഴ്സ് തുടങ്ങിയപ്പോഴാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആരെ കിട്ടും? അവർക്കൊരു ലാംഗ്വേജ് ഉണ്ട്, സൈൻ ലാംഗ്വേജ് എന്ന് ഇന്റർനാഷണൽ തലത്തിൽ പറയപ്പെടുന്ന ഈ ലാംഗ്വേജ് വശമുള്ള വളരെ പരിമിതമായ ആളുകൾ മാത്രമാണ് മലയാളത്തിന് മണ്ണിലുള്ളത്. സുപ്രീം കോടതി പോലുള്ള ഉയർന്ന നീതിപീഠങ്ങളിൽ ഇത്തരം സഹോദരങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കുന്ന 3 ഫാക്കൽറ്റീസ് മാത്രമാണ് വിശാലമായി ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഈ സഹോദരങ്ങൾ എന്തുമാത്രം പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അക്കൂട്ടത്തിൽ മുംബൈയിൽ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരി ഇത്തരം സഹോദരിമാരുടെയും സഹോദരങ്ങളുടെയും പ്രശ്നങ്ങൾ കോടതി പോലുള്ള ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു സഹോദരി കേരളം സന്ദർശിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, പ്രബുദ്ധമായ ഈ കേരളത്തിൽ പോലും വിദ്യാഭ്യാസപരമായി ഇത്രയും ഉയർന്ന തലത്തിൽ എത്തി നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് പോലും നിങ്ങൾ വേണ്ട രീതിയിൽ ഈ ഭാഗത്തെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. തീർച്ചയായും എല്ലാവിധ സെൻസുകളുമുള്ള നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ സൈൻ ലാംഗ്വേജ് പഠിക്കുന്നതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കണം. സാധിക്കുമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾക്കും യാതൊരു കേടുമില്ലാതെ ജീവിക്കുന്ന സാധാരണക്കാരായ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് ഈ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന് ഒരു കോഴ്സ് നിങ്ങൾ തുടങ്ങണം. ഞാൻ അതിനു വേണ്ട എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു എന്നവർ പറയുകയുണ്ടായി.
സാമ്പത്തികമായി വളരെയേറെ ബാധ്യത വരുന്ന ഒരു സംഗതിയാണ്. ഇത് പഠിപ്പിക്കാൻ പ്രാപ്തരായ ആളുകൾ കേരളത്തിലില്ല. ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുവരണം. അവർക്കിവിടെ അക്കോമഡേഷൻ വേണം, മാന്യമായ ശമ്പളം കൊടുക്കണം. അതിലപ്പുറം ഈ ലാംഗ്വേജ് പഠിക്കാൻ സന്നദ്ധരായ തൽപരരായ ആളുകൾ ഉണ്ടാവുന്നില്ല. സത്യസന്ധമായ മറുപടിയാണിത്. ഇതിനൊരു മാറ്റമുണ്ടാവണം. പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ വിഭാഗത്തെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകി ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള നമ്മളാണ് പണിയെടുക്കേണ്ടത്. ഇവിടെ പ്രാർത്ഥന നടത്തി സൂറത്ത് ഫാത്തിഹ ഓതിയ നമ്മുടെ സഹോദരൻ, അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള പരമാവധി കഴിവാണ് ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ കേട്ടത്. നമ്മളിൽ പലരും ആവർത്തിച്ച് ജേന ഉരുവിടുന്ന ഒരു സൂറയായതുകൊണ്ട് നാം ഊഹിച്ചെടുത്തു. അവസരമുണ്ടാകുന്നില്ല. മതപരമായ വിദ്യാഭ്യാസം എന്നല്ല, ഒരു വിദ്യാഭ്യാസവും ഉണ്ടാകുന്നില്ല. ഒരു കുടുംബത്തിലെ 5 മക്കൾ, ഒന്നല്ല 5 മക്കൾ, ബധിരരായ 5 മക്കളുടെ മാതാവ് അദ്ദേഹത്തിന്റെ ഒരു ബധിര പുത്രന്റെ മകളുടെ കല്യാണത്തിനു വേണ്ടി സഹായം തേടിക്കൊണ്ട് സംഘടനയുടെ ഓഫീസിൽ വരികയുണ്ടായി. അവരോട് നമ്മളിങ്ങനെ ചോദിച്ചു, ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 5 കുട്ടികളും വിദ്യാലയത്തിന്റെ പടി കണ്ടിട്ടില്ല. ആ ഉമ്മ പറഞ്ഞത്, അതിലെനിക്ക് സങ്കടമില്ല. റമദാനിൽ പോലും പള്ളിയിൽ പോകാൻ നിർബന്ധിച്ചിട്ട് എൻ്റെ മകൻ പോകാൻ കൂട്ടാക്കുന്നില്ല. അവൻ്റെ ആംഗ്യഭാഷയിൽ ഉമ്മയോട് ചോദിക്കുകയാണ്, ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഉമ്മ? ബാധ്യതയില്ലേ? അവനവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളെങ്കിലും നേടിയെടുക്കുന്നതിന് ഈ വിഭാഗത്തിന് വിദ്യാഭ്യാസം നൽകേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു ജില്ലയിലെങ്കിലും ഒരു നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഈ വിഭാഗത്തിനു വേണ്ടി സ്ഥാപിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഈ കൊച്ചു കേരളത്തിൽ എവിടെയുമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഏറ്റവും അടുത്ത കാലത്താണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനം വരുന്നു എന്നുള്ളതാ. അവിടെയോ ശരാശരിക്ക് മുകളിലും ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ആവറേജിനും അതിന് താഴെയുമുള്ള ബദര സഹോദരങ്ങൾക്ക് ഉപരിപഠനം വേണ്ടേ? അനിവാര്യമാണ്. അവരുടെ ടാലന്റ് അനുസരിച്ചുള്ള, അവരുടെ താല്പര്യമനുസരിച്ചുള്ള തൊഴിലധിഷ്ഠിത ഉപജീവനത്തിന് മാർഗം കണ്ടെത്താൻ ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ സമൂഹമേ നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുജാഹിദ് യുവജന പ്രസ്ഥാനം ഈ എബിലിറ്റി ഫൗണ്ടേഷന് കീഴിൽ ഒരു സ്ഥാപനം കല്ലായിയിൽ ആരംഭിച്ചതും അത് സാമാന്യം വിപുലപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ജില്ലയുടെ പുളിക്കലിന്റെ മണ്ണിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതും. അതിനനുകൂലമായ ഒരു സാഹചര്യം ഒത്തുവന്നിരിക്കുന്നു. ഈ വേദിയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കയറി വന്ന ബഹുമാന്യനായ റഹീം ഹാജി, അദ്ദേഹം വഖഫായി സൗജന്യമായി നൽകിയ മണ്ണിലാണ് നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടി പൊന്നും വിലയുള്ള ഈ മണ്ണ് അദ്ദേഹം സൗജന്യമായി നൽകിയിരിക്കുന്നു. ഇത് ഏറ്റെടുത്തുകൊണ്ട് ഈ സഹോദരങ്ങളെ ഉദ്ധരിക്കുന്നതിന്, അവരെ ഏറ്റെടുക്കുന്നതിന്, അവർക്ക് വേണ്ട ഭാവി മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി നാം ആരംഭിക്കാൻ പോകുന്ന ഈ വലിയ സ്ഥാപനത്തിൻ്റെ എബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഹിയറിംഗ് ഇംപയർഡ്, ശ്രവണ സംസാര വൈകല്യമുള്ള ഈ സഹോദരങ്ങളുടെ ഉപരിപഠനത്തിനും അവരുടെ പുനരധിവാസത്തിനും സാംസ്കാരികവും ധാർമ്മികവുമായി അവരെ സമൂഹത്തിൻ്റെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള ഒരു വലിയ സ്ഥാപനത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ്, ഔപചാരികമായ നിർമ്മാണ തുടക്കമാണ് ഇത് നമ്മൾ ഈ സദസ്സിൽ വെച്ച് നടത്തുന്നത്. വളരെയേറെ സന്തോഷം. ഇത്രയേറെ നിറഞ്ഞ ഈ സദസ്സ് കാണുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്തിൻ്റെ ഒരു ദേശീയ സമ്മേളനം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ വലിയൊരു ഓഡിറ്റോറിയത്തിൽ നടത്തിയിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ 4 ജനപ്രതിനിധികൾ വന്നു. ഉദ്ഘാടകനായ കേന്ദ്രമന്ത്രി ബഹുമാന്യനായ KC വേണുഗോപാൽ, അതേപോലെ മുൻ മന്ത്രിയും സ്ഥലം MLA-യുമായ ദിവാകരൻ, അതുപോലെ മറ്റു ചില ജനപ്രതിനിധികൾ, അവരൊക്കെ പരിപാടിയുടെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞിട്ടും വേദി വിട്ടുപോകുന്നില്ല. അടുത്ത സെഷൻ ആരംഭിക്കാൻ സംഘാടകർ പ്രയാസപ്പെടുകയാണ്. ഉദ്ഘാടകനും വിശിഷ്ടാതിഥികളും സദസ്സിൽ അങ്ങനെ വേദിയിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഞാൻ അവരിൽ 1-2 ആളുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് തിരക്കില്ലേ? അതിൽ മുൻ മന്ത്രി പറഞ്ഞത്, ഞാൻ ആദ്യമായാണ് ഇത്രയേറെ ബദർ സഹോദരങ്ങളെ ഒന്നിച്ച് കാണുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ,
അവർ പരസ്പരം കാണുമ്പോൾ കാണിക്കുന്ന ആ സന്തോഷ പ്രകടനങ്ങൾ ഇതൊക്കെ കണ്ട് ആ ജനപ്രതിനിധികളെ കണ്ണു നിറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയേറെ ബധിര സഹോദരങ്ങൾ സംഘടിച്ചുകൊണ്ട് പ്രവർത്തനം കേരളത്തിൽ നടത്തുന്നുണ്ടെന്നോ? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാനിപ്പോൾ കേവലം ഒരു ജനപ്രതിനിധി, ഒരു MLA മാത്രമാണ്. ഇതിലേറെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ എനിക്ക് കിട്ടുന്ന തുടർകാലങ്ങളിലെ ഒരവസരവും ഞാൻ നഷ്ടപ്പെടുത്തില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ സമീപിക്കാമെന്ന് മന്ത്രിയും അതുപോലെ MLA-മാരും ഒക്കെ ഇവിടെ ഉറപ്പു തന്നു പോവുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ജനപ്രതിനിധികൾക്ക് വരെ ഈ ബധിര സഹോദരങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്നുള്ളതാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. ആ മാറ്റം ഒരുപാട് സത്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ ആരംഭിച്ച മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് തന്നെ ആവട്ടെ എന്ന് നാം ആഗ്രഹിക്കുന്നു. അതിനുള്ള അവസരം ബഹുമാന്യനായ